നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ അയ്യപ്പനെ കേന്ദ്രം കൊണ്ടുപോകുമെന്ന് സുരേഷ് അണ്ണൻ പറയണ്. കേന്ദ്രത്തിൽ അങ്ങേർക്ക് നമ്മളെ അയ്യപ്പനിൽ കണ്ണുണ്ടെന്ന്. അതെന്തിനാ ഈ അയ്യപ്പനെ ഇവർക്ക്? സംശയിക്കേണ്ട, ഇത്രയും ദിവസം വാവരണന്റെ തലയിൽ കയറി കിടന്ന് നിരങ്ങിയത് വേറൊന്നിനുമല്ല, അയ്യപ്പനെ അങ്ങ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ്. കേന്ദ്ര ദേവസ്വം വകുപ്പ് എന്നൊരു സാധനം കൊണ്ടുവരും. സംഗതി ഇത്രയേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഈ നിയമനങ്ങൾക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്, പുള്ളിക്കാരൻ സ്ട്രോങ് ആണ്, പണി കൊടുക്കും. മാത്രമല്ല, നിങ്ങൾ കണ്ടല്ല, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടക്കുന്ന ഘടകകാര ഉദ്യോഗത്തിന്റെ പുറത്ത് നടന്ന കുത്തിത്തുരിപ്പിൽ ഒന്നും നടക്കാതെ വന്ന് അവസാനം കരകകാരൻ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആളെ തന്നെ അവിടെ നിയോഗിക്കേണ്ടി വന്നു. ഗതികെട്ടോ, ബ്രാഹ്മണ്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ബ്രാഹ്മണൻ മാത്രം പൂജിച്ചാലേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല അയ്യപ്പൻ്റെ അടുത്ത് പോലും കണ്ടറ മാത്രമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ കണ്ടറ മാറ്റിയിട്ട് അവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിലോ ആദിവാസി കമ്മ്യൂണിറ്റിയിലേക്കോ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്നിരുത്തി എന്തെങ്കിലുമൊക്കെ നടത്തും എന്നുള്ളൊരു ഭയപ്പാടിലാണ് ഈ ഒരു ടെൻഷനൊക്കെ നടക്കണമെന്ന് നമ്മൾ കേരളീയർ വിചാരിക്കും. ആക്ച്വലി കേരളത്തിലെ ഈ ശബരിമല വിഷയത്തിൽ നടന്നത് എന്താണെന്ന് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത കുറേ എണ്ണമാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഈ പറഞ്ഞ പ്രസ്തുത പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ്, കൊണ്ടുപോകണം കേന്ദ്രം കൊണ്ടുപോകണം. വാഴകളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവരെന്താ ഉദ്ദേശിക്കുന്നത്? ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണുള്ളത്. പത്മനാഭ സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സംഗതികളെല്ലാം ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണുള്ളത്. അവിടെയുള്ള വസ്തുവകകൾ അവിടെ തന്നെ ഉണ്ടാവും, ആരും എടുത്തോണ്ട് ഓടൂല. അത് കേന്ദ്രത്തിൽ പോയാൽ കേന്ദ്രം എടുത്തോണ്ട് ഓടും. അപ്പം മനസ്സിലാവും കുറച്ച് കാര്യങ്ങൾ. അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച് പള്ളിപ്പറമ്പ് കുത്തിപ്പൊളിച്ച് പള്ളി എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പള്ളിപ്പറമ്പിലാണ് രാമേട്ടനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആയിക്കോട്ടെ, സന്തോഷമാണ്, നല്ല കാര്യം. രാമേട്ടൻ അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് പോയിട്ട്, നമ്മുടെ ഭാരതപുത്രനല്ലേ, അങ്ങേരെ അവിടെ ഇരുന്നോട്ട്, കുഴപ്പമില്ല. പക്ഷേ അവിടെയുള്ള ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. ഇതൊക്കെ മറ്റേ നമൂസുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് അയോധ്യയിൽ 8 നില പൊട്ടിച്ചങ്ങ് കൊടുത്തു BJP അണ്ണന്. ഈ അണ്ണൻ ജയിച്ച് അവിടെ പോയിരിക്കുന്നത് എന്തിനാണ്? ശബരിമല അയ്യപ്പനെ കേന്ദ്രത്തിൽ കൊണ്ടു കൊടുക്കാനാ? മനുഷ്യന്റെ സ്വാഭാവികമായി ഇപ്പൊ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലായിരിക്കും, അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഈ വാതുറന്നങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടിന്റെ ആവശ്യത്തിനായിട്ട് ഒരു നിവേദനം അങ്ങോട്ട് കൊടുക്കുകയാണ്. തന്റെ ഹോൾഡ് വെച്ച് അല്ലെങ്കിൽ തനിക്ക് കിട്ടുന്ന പണത്തിന്റെ 1% കൊടുത്താൽ മതി, ആ മനുഷ്യൻ ഒരു കൂര വെച്ച് അവിടെ കിടക്കും. ഇത് എന്റെ പരിപാടിയല്ല, ഇതൊന്നും എന്റെ, ഞാൻ അയ്യപ്പന്റെ മറ്റത് സംരക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അയാളെ പായിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അണ്ണാ സുരേഷ് അണ്ണ കുറച്ചൊക്കെ ബോധം വേണ്ടേ അണ്ണ, ഇച്ചിരിയൊക്കെ കോമൺ സെൻസ്? അതോ ലാലണ്ണന് വന്നണക്ക് ക്യാമറ വെച്ചാലേ എനക്ക് ശരിയാവുള്ളൂ, ആ ചുറ്റും നിന്ന ക്യാമറ ഒന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയാലും പുള്ളി പറയുന്നത് ഗ്യാസിന്റെ സബ്സിഡിയുടെ അവസ്ഥ എന്താണ്? ഇതിനെപ്പറ്റി വല്ല വർത്തമാനവും ഇങ്ങേര് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇച്ചിരി പോലെ വില കൂടി, ഇപ്പൊ 600-ൽ നിന്ന് 650 മറ്റോ കൂട്ടിയപ്പോഴത്തേക്ക് ചട്ടിയും പാത്രവും കുട്ടിയും കൊതുമ്പും ചൂട്ടും എല്ലാം കൂടി എടുത്ത് റോഡിലിറങ്ങിയ ടീമുകളാണ്. ഇപ്പൊ എന്താ പറയണേന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1000 സംതിങ് ആണ് വില. കൊടുത്ത് അണ്ണാക്കി കൊടുത്തിട്ടാണെങ്കിൽ പൈസ കൊടുത്താണ് നമ്മൾ ഈ ഗ്യാസ് വാങ്ങിക്കുന്നത്. അപ്പോഴും എൻറ്റയർ പൊളിറ്റീക്സുകാരൻ പറയും എൻ്റെ സർട്ടിഫിക്കറ്റിൽ പോലും എയറുണ്ട്, അതുപോലെ നിങ്ങൾ എയർ റൂട്ട് ഉണ്ടാക്കിക്കോന്ന് പറയും. വിറകടുപ്പാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് അങ്ങോട്ട് പഴമയിലേക്ക് നടന്നു പോകണം. മനുഷ്യനെ വീണ്ടും മൂഷികസ്ത്രീയാക്കുന്ന ഒരു പരിപാടിയിലാണ് ഇവർ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പഞ്ചസാരയുടെ സബ്സിഡി എടുത്ത് കളഞ്ഞില്ലേ? അല്ലെ, പഞ്ചസാര അധികം കഴിച്ചാൽ ഷുഗർ വരും, അതുകൊണ്ട് നമുക്ക് അത് വേണ്ട, നമുക്ക് റിജക്റ്റ് ചെയ്യാം. റേഷനിൽ ഇവർ പിടിക്കുന്നുണ്ട്, റേഷൻ വിഷയങ്ങളിൽ പോലും ഇവർ പിടിക്കുന്നുണ്ട്. ഇത് സെൻട്രലിന്റെ വിഷയമായതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത്. സ്റ്റേറ്റിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടേ പറയുള്ളൂ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് ചെയ്യുന്ന ദ്രോഹങ്ങളെ പറ്റി വായി തുറക്കാതെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന അണ്ണനിക്ക് ഇനി ശബരിമല അയ്യപ്പനെ വേണോ? എടുത്തോണ്ട് പോടോ, പോകുമ്പോ പാവരണനെ കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ബ്രാഹ്മണനാക്കണം, ആദിവാസിയാക്കി കളയരുത്, ആദിവാസിയാക്കി കളഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ നമ്മൾ സമ്മതിച്ചും തരത്തില്ല, കൊണ്ടുപോയാൽ ഞങ്ങൾ ബ്രാഹ്മണനാക്കി മാറ്റണം, സമ്മതിച്ചാൽ എടുത്തോണ്ട് പോയിക്കോ, അല്ലെങ്കിൽ അങ്ങേരെ അവിടെ ഇരിക്കട്ടെ. കാര്യമൊക്കെ കൊള്ളാം. കേന്ദ്രവാ, ഇനി അമേരിക്കൻ പ്രസിഡന്റ് ബുഷാ, ബിൻലാദനാ ഒക്കെ വന്ന് എടുത്തോണ്ട് പോയിക്കോ ശബരിമല അയ്യപ്പന്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പോയിട്ട് വരുന്നവരും ഒക്കെ കൊള്ളാം, വന്നവനും നിന്നവനും ഒക്കെ ശരി തന്നെ. അതിന്റെ ചുറ്റുവട്ടാരത്തുള്ള ഈ പള്ളികളിൽ കയറി ലിംഗം തപ്പരുത്, പിന്നെ അടി നടക്കും. ഒരു തർക്കവും ഇല്ലാത്ത അടി അങ്ങടേന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനകത്ത് തർക്കമേ വേണ്ട. ഇതൊക്കെ ഒരുമാതിരി വൃത്തികേടാണ് കേട്ടാ. ഒരു 50 പൈസയ്ക്ക് അടങ്ങണം. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ പ്രത്യേകിച്ച് ഇതിനകത്ത് കമന്റ് ചെയ്ത കുറേ പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം, ബോധമുള്ളവർക്ക് തിരിയാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ എൻ്റെ ദേശം തന്നെ പറയാം. പറകുന്നെന്ന എൻ്റെ ഗ്രാമത്തിൽ ഒരു പള്ളിയേ ഉള്ളൂ, ഒരു പള്ളി മാത്രമേ ഉള്ളൂ. അവിടെ അത്യാവശ്യം ഇപ്പം തന്നെ ഒരു 10-100 കുടുംബമെങ്കിലും ഉണ്ട്. എണ്ണിയാൽ ഒരു 100 കുടുംബത്തിന് മേളിൽ മിനിമം ഉണ്ട്, അതിനേക്കാൾ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പള്ളി കഴിഞ്ഞാൽ അടുത്തൊരു പള്ളി, ഇതിനേക്കാൾ കുറച്ച് അപ്പുറത്തേക്ക് മുത്താന എന്ന് പറയുന്ന ഒരു സ്ഥലത്തേ ഉള്ളൂ. വേറെ പള്ളികൾ ആ ചുറ്റുവട്ടാരത്തൊന്നും ഇല്ല. പറകുന്ന ദേശത്തിലെ ഇത്രയധികം മനുഷ്യർക്ക് ഒരു പള്ളിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പള്ളി നല്ല അഭിവൃദ്ധിയിലാണ്. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ കേൾക്കാൻ ഒരു പഞ്ചായത്ത് പോലെ തന്നെയാണത്.
അവിടെ ആ വിഭാഗത്തിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഉള്ള നല്ല കാര്യങ്ങൾ ചീത്ത കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാനും അവരുടെ അഭിവൃദ്ധിക്കും എല്ലാത്തിനുമായിട്ട് അവരത് ഉപകരിക്കുന്നു. അതിനകത്ത് ഈ സർക്കാർ തലങ്ങളിൽ ഒരു സപ്പോർട്ടും വേണ്ട, അതിനത് നന്നായി നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഐറ്റമാണ്. ഇപ്പുറത്ത് ഞാൻ പറയാം, ഞാൻ താമസിക്കുന്നതിന് താഴെ തന്നെ ഒരു ദേവീക്ഷേത്രമുണ്ട്. ഇച്ചിരി ഇങ്ങോട്ട് വന്നിട്ട് നാരായണ ക്ഷേത്രമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ശിവക്ഷേത്രമുണ്ട്, ഇനി ഇപ്പുറത്തൊരു മാടങ്കാവുണ്ട്. മിനിമം ഒരു 8 അമ്പലം ഞാൻ താമസിക്കുന്ന ഈ പറകുന്നിൽ തന്നെയുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ തന്നെയുണ്ട്. അവിടെ എത്രയും സംഗതികൾ അവിടെയുണ്ട്. മിക്ക അമ്പലങ്ങളിലും സത്യം പറഞ്ഞാൽ കൂട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. മര്യാദയ്ക്കൊന്നും നടത്തുന്ന ദേവീക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ളിടത്തൊക്കെ ഇല്ല. അങ്ങനെ പൂജയൊന്നുമില്ല. നമ്മളൊരു അമ്പലം തുടങ്ങുമ്പോൾ അതിനകത്ത് നിർമ്മാല്യം ഉണ്ടാവണം, ദീപാരാധന ഉണ്ടാവണം, അത്യാവശ്യം അതിനകത്ത് വേറുള്ള ഫംഗ്ഷനൊക്കെ അറേഞ്ച് ചെയ്യണം, ഇല്ലേ? അങ്ങനെയൊക്കെ ചെയ്യണം. ആരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അതെങ്ങനെ ചെയ്യും? ഇത് മുക്കിന് അമ്പലം കൊണ്ടുവച്ചാൽ ആളുകളും ബുദ്ധിമുട്ടത്തില്ലേ? അതേസമയം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരെണ്ണം ആയിരുന്നെങ്കിൽ അത് അങ്ങനെ ബൂസ്റ്റപ്പായി വലിയ രീതിയിൽ. അതുകൊണ്ടാണ് ഈ ഗുരുവായൂർ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള മെയിനായിട്ടുള്ള അമ്പലങ്ങൾ കുറച്ച് വിറ്റ് വരുമാനം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥിതി. അതിനെ ഉപജീവനമാക്കി വെക്കുന്ന കുറേ മനുഷ്യർക്ക് അതൊരു ഉപകാരമാണ്. അത് നമ്മൾ തർക്കിക്കേണ്ട. അവരുടെ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളതൊക്കെ സെക്കൻഡറി. കുറച്ചധികം പേർക്ക് അതൊരു ഉപജീവന മാർഗമാണല്ലോ, അതങ്ങനെ പോട്ടെ. പിന്നെ കുറച്ച് മനഃശാന്തിക്ക് നമ്മൾ മിക്കവാറും പോകുന്ന അമ്പലങ്ങളിൽ തന്നെയാണ്, ആയിക്കോട്ടെ. ഇത് ആരെയോ തോപ്പിക്കാനെന്ന വ്യാജേന കണ്ടെടുത്തൊക്കെ ഇങ്ങനെ അമ്പലങ്ങൾ നിർമ്മിക്കുകയും കണ്ടെടുത്തൊക്കെ ഇങ്ങനെ ലിംഗമുണ്ടെന്നോ അവിടെ ഇത് വേണമെന്നോ ഒക്കെ പറയുകയും നിങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് അവഹേളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ഇവിടെ ഇനി കയ്യേറി ഇതൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഇവിടുത്തെ സർക്കാരിന് എന്തോ സംഭവിക്കുമെന്ന ഇവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ശബരിമലയാണ്. ശബരിമലയിൽ നിന്നാണ് നല്ല വരുമാനം വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവിടെ ചെലവാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോണം. എന്ത് വരുമാനമാണ് ഉദ്ദേശിക്കുന്നത്? അയ്യപ്പന്മാർ പോണ ബസ് റൂട്ട് അതാക്കിയത് കൊണ്ട് അതിലേക്ക് കിട്ടുന്ന കുറച്ച് റവന്യൂ, വണ്ടി അങ്ങോട്ട് കയറി പോയാലല്ലേ ആ പൈസ കിട്ടുള്ളൂ. ആ റവന്യൂ കൊണ്ട് എന്ത് കിട്ടുമെന്നാണ്? അവിടുത്തെ വിറ്റ് വരുമാനം കിട്ടുന്ന ദേവസ്വം ബോർഡ് അതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണ്. ആ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താന്നു നിൽക്കുന്ന അല്ലെങ്കിൽ യാതൊരു രീതിയിലും മുന്നേറ്റമില്ലാത്ത പുരോഗതി ഇല്ലാത്ത പല അമ്പലങ്ങളുടെയും റിനോവേഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ചെലവിനും ഒക്കെ ആ പണം കൂടെയാണ് അവർ എടുത്ത് ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഒരു നഷ്ടക്കച്ചവടമാണെന്ന് പലയിടങ്ങളിൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെന്താ വിചാരിക്കുന്നത്? ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണ്. മനുഷ്യനിക്ക് പ്രോബ്ലമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെച്ചെങ്കിൽ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. ഇത് കുറെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കിടന്ന് അടികൂടുകയാണ്. ഇദ്ദേഹത്തിന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പിന്നെ ഇവിടെ കോടതിയിൽ തന്നെ അഫിഡവിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിനോട്. അപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇത് ആദിവാസികളുടേതാണ്. എല്ലാ നാട്ടിലെയും യഥാർത്ഥ അവിടുത്തെ അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആ നാട്ടിലെ കാട്ടുവാസികളാണ്. കാടിനോട് മല്ലടിച്ച് നിൽക്കുന്ന ആദിവാസി സമുദായങ്ങൾ തന്നെയാണ് ആ നാട്ടിന്റെ യഥാർത്ഥ ഓണർ. അത് ഏത് രാജ്യത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ദുബായ് രാജ്യം വേണമെങ്കിൽ ഒരു എക്സാമ്പിളിന് പറയാം. അവിടുത്തെ രാജാവ് അവിടുത്തെ വന്നിരിക്കുന്ന റെഫ്യൂജിയാണ്. അങ്ങേരെ ആ രാജ്യക്കാരനല്ല, വന്ന ആളാണ്. അതായത് അധിനിവേശം നടത്തി അവിടെ വന്നെത്തിയ ഒരാളാണ്. അങ്ങനെയാണ് മിക്കവാറും ഇടങ്ങളിലുള്ളത്. അതിന്റെ യഥാർത്ഥ ഓണർ കാട്ടറബികളെന്ന് നമ്മൾ പറയും. അത് ബലൂജികളായ കാട്ടറബികളാണ് എന്ന് പറയും. പക്ഷെ അവർക്കാർക്കും ഈ അധികാര സ്വപ്നങ്ങളോ അധികാരമോഹങ്ങളോ ജീവിച്ചു പോകണമെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് വ്യക്തമാവുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടിപ്പിടിക്കാനും രാജഭരണത്തിനുമുള്ള താല്പര്യമുള്ളവരാണ് ഇത്തരത്തിലുള്ള വൾഗാരിറ്റി കാണിക്കുന്നത്. ഇവർക്കിപ്പോൾ അമ്പലം വേണമെങ്കിൽ അമ്പലം കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള അമ്പലങ്ങളുടെ കാര്യം അതിൽ കൂടെയാണ് നടക്കണമെന്നുള്ള ബോധം വേണം. ആ ബോധമില്ലായ്മ ഉണ്ടായാൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ പ്രശ്നമാകും. ഇത് നമുക്കൊന്നും ബാധിക്കുന്ന വിഷയമല്ല, മറ്റൊരു മതവിശ്വാസികൾക്കും ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പം സഭ ആണെങ്കിൽ അവർക്കും അങ്ങനെയാണ്, സഭാ നേതൃത്വങ്ങൾ അങ്ങനെയാണ്. ഈ യൂണിറ്റി അവർക്ക് നിലനിൽക്കുന്നതും അവർ സക്സസ് ആകുന്നതിന്റെ റീസൺ അതാണ്. ഒരു ചർച്ച ഉണ്ടെങ്കിൽ അതിൽ ഇത്ര പേരുണ്ടാകും, ഇത്ര പേരുണ്ടെങ്കിലേ അവരവിടെ ഒരു ചർച്ച ഉണ്ടാക്കുകയുള്ളൂ. അല്ല ചുമ്മാ ഒരു ചർച്ച ആകെ 10 പേര്, അങ്ങനെയല്ല. ആ ചർച്ചിലേക്ക് വരുന്ന ആൾക്കാർ നിരന്തരം വരികയും അതിനകത്ത് വരി കെട്ടുകയും വേണം. ആ വരി കെട്ടലിൽ കൂടെയാണ് അവിടെ വരുന്നവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉള്ളത് കൊണ്ടാണ് അത് സക്സസ് ആയി പോകുന്നത്. ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വന്നത് ഈ രീതിയിൽ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തക്കവണ്ണമുള്ള ഒരു വിഭാഗം ഇവിടെ വന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്നയാളെ അവിടെ കയറാവൂ, ഇന്നയാളെ പ്രാർത്ഥനയ്ക്ക് പറ്റുള്ളൂ, ഇന്നയാളെ പറ്റൂ എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഉസ്താദിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അയാളുടെ ഇത് നോക്കത്തില്ല, അയാളുടെ പഠനമാണ് നോക്കുന്നത്. ഏതുവരെ പഠിച്ചു, ഈ ഭാഷയിൽ ഈ പറയുന്ന ഖുർആനികപരമായ ഇതിൽ നിങ്ങൾക്ക് എത്ര വിജ്ഞാനമുണ്ട്, ഇതാണ് അയാൾ അവിടെ വെക്കുന്നതിൻ്റെ ഇത്. അത് മാത്രമല്ല അവസാന അധികാരി പുള്ളിയല്ല, അദ്ദേഹം ഒരു പണ്ഡിതൻ മാത്രമാണ്. പണ്ഡിതനെങ്കിൽ നമുക്ക് അതിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നതിനപ്പുറം അവസാന വാക്ക് അവിടെയുള്ള ജനങ്ങളാണ്. ജനാധിപത്യമാണ് പല പള്ളികളിലും ഉള്ളത്, അതാണ് അവിടെ നടക്കുന്നത്. അധികാരി അങ്ങനെയാണ്. അത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ പോലും ഇല്ല. അവിടെ അങ്ങനെയല്ല, ബിഷപ്പ് പറയുന്നതാണ് അവസാന വാക്ക്. ബിഷപ്പ് അതിന്റെ മുകളിൽ ഒരാളുണ്ടാവും, അങ്ങനെയാണ് അവസാന വാക്കെന്ന് പറയും. ഇപ്പൊ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യം മറ്റേ
ഇതും ഇതുമൊക്കെ പറയാം. അതൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരല്ലേ. ഞങ്ങളുടെ നാട്ടിൽ പള്ളി എന്ന് പറയുന്നത് പള്ളിയുടെ കാര്യങ്ങളും അത്യാവശ്യം ചര്യകൾ, നിഷ്ഠകൾ, വിവാഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉസ്താദ് മോദീന് വരുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിന് വീട്ടിലെ കാര്യങ്ങൾക്ക് യാതൊരു വാല്യൂ നമ്മൾ കൊടുക്കത്തില്ല. അപ്പൊ ഇത്തരത്തിലൊരു ചട്ടങ്ങൾ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ടുവരികയാണ് നിങ്ങൾ വേണ്ടത്. അല്ലാതെ അമ്പലം കൊണ്ട് കേന്ദ്രത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് ഗോവിന്ദോ ഗോവിന്ദോ, നമ്മൾ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. വനനശീകരണമുണ്ട്, അങ്ങോളം ഇങ്ങോളം പോലീസുകാരെ അവർക്ക് പിൻവലിച്ച് അവിടെ ഇതിനിടേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പെട്രോളിന് അവിടെ ഇടേണ്ട ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. മറ്റിപ്പം നമ്മളിപ്പോൾ ഒരു വലിയൊരു അപകടം നടക്കുകയാണ് ഒരിടത്ത്, അന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ പോലീസുകാരില്ല. എവിടെ പോയി? പോലീസുകാരെല്ലാം അങ്ങ് അവിടെ ഇതിന് പോയിരിക്കുകയാണ്, ശബരിമല ഡ്യൂട്ടി പോയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടും അതൊക്കെ കവർ ചെയ്തുകൊണ്ടും വളരെ വലിയൊരു ടാസ്ക്കാണ് ഈ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അത് തിരിച്ചറിവില്ലാതെ ചുമ്മാ അവരെ തലയിൽ കയറുന്ന ഒരു വൃത്തികെട്ട രീതിയാണ് ഇപ്പോൾ ഈ BJP-കാരന്മാർ ചെയ്യുന്നത്. ഇവർക്ക് ഇത് ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എങ്ങനെ ഇതിൽ നിന്ന് വളച്ചു വിടാം. എടാ വോട്ട് കള്ള, നിനക്ക് നാണം ഉണ്ടാടാ, നീ കട്ട വോട്ടിന്റെ കണക്ക് ചോദിച്ചാൽ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയ, നീ അക്കാര്യം പറ. നോക്ക്, ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. എന്താണ് ഈ പ്രതിപക്ഷത്തിന്? നമ്മൾ ഇപ്പം ഇരിക്കും മുഖ്യമന്ത്രി അടിച്ചാൽ മതി. മുഖ്യമന്ത്രി അടിക്കുന്നതിന് മുമ്പ് ഈ ഇത്രയും വലിയൊരു വൃത്തികേടൽ എവിടെ പറഞ്ഞ? മുഖ്യമന്ത്രിയുടെ പേർക്ക് എന്തായാലും കള്ള വോട്ടിന്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, കള്ള വോട്ടൊന്നും വോട്ടില്ലല്ലോ, ഒറിജിനൽ വോട്ട് തന്നെയല്ല. അങ്ങനെയല്ലേ അധികാരത്തിൽ കയറിയിരിക്കുന്നത്? കള്ള വോട്ടിൽ നമ്മുടെ ഇതിൽ നിന്ന് പോയ ഒരുത്തനെ പറ്റി ഇങ്ങനെ ഒരു നല്ല തുറപ്പ് ചീട്ട് കിട്ടിയിട്ട് ഈ മനുഷ്യരെ അയാൾക്കെതിരെ എന്ത് പറഞ്ഞു? താഴെ ഇങ്ങനെ എസ് 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 എന്ന് എഴുതി ഇടുന്നവന്മാരെ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? പറയണത് ആരാ? വോട്ട് കള്ളന്മാരോ? അവർക്ക് അധികാരത്തിൽ കയറാൻ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ അവരുടെ അവകാശമായ വോട്ടിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് കക്കാൻ പറ്റുന്ന ഈ കള്ളന്മാരെ കയ്യിലേക്ക് നമ്മളുടെ ഈ അമ്പലം കൊടുക്കണോ വേണ്ടെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ സംഖ്യകളെന്ന് കേൾക്കുമ്പോൾ ചിരിക്കാനല്ലാതെ എന്താ ചെയ്യാന്നുള്ളതാണ്. ഒരു അല്പം ഉളുപ്പും ബോധവും വേണ്ടേ? ഇതൊക്കെ എന്ത് ജാതികളാണെന്തോ, എന്നിതിനൊക്കെ നേരം വെളുക്കുമ്പോൾ എന്തോ എന്തൊരു മനുഷ്യരാണോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യത്തെ പിറ്റിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ തിരിച്ചറിവില്ലായ്മയാണ് അവർ മുതലെടുക്കുന്നത്. ജനാധിപത്യമാണ് എന്നൊരു തോന്നല് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട സുരേഷ് ഗോപിക്കാണ്. കാരണം അവനിക്ക് അറിയത്തില്ല. അവന് എപ്പോൾ നോക്കിയാലും നമ്മളെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്ന പ്രജകളെ. അവനത് രാജാവാണെന്ന് അവൻ്റെ വിചാരം. കിളിപോയൊരു സാധനമാണത്. അതിനെ ഇനിയും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് നടന്നാൽ അനുഭവിക്കുമെന്നതിനപ്പുറം ഒന്നുമില്ല. ഇത്രയധികം കമൻസ് അതിനകത്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് എടുത്തത്. വീണ്ടും ഒരു വിഷയമായി കാണാം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് തൊഴിലാളികൾ, അതിനോ ഫേസ്ബുക്കിൽ ഇട്ടാലും ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നില്ല. ഫേസ്ബുക്കിൽ ഇട്ടാൽ ഇതുപോലെ കിടന്ന് കാക്കറ കൂക്കറ പറയുന്ന കുറേ കേസുകെട്ടുള്ള ഒരു രക്ഷയില്ലാത്ത സംഖ്യകളെ കൊണ്ട് ശല്യം കൊണ്ട് ഞാനിത് യൂട്യൂബിൽ മാത്രം നിജപ്പെടുത്തുകയാണ്. ഒരു പോസ്റ്റ് മാത്രം അവിടെ കൊണ്ടിടും. ആൻഡ് നിങ്ങളുടെ കമൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് ഡീസൻ്റ് ആയിരുന്ന സന്തോഷം. സംഖ്യകൾക്ക് ഡീസൻസി ഒന്നും അറിയത്തില്ല, എന്നാലും വാടാ ഓടിക്കേറണം, നിനക്കൊക്കെ ഞാൻ തരുന്നുണ്ട്. താങ്ക് യു.